ഒപ്പം ഇനിയൊരു വെടിനിർത്തലിലേക്ക് പാകിസ്ഥാൻ കടന്നേ മതിയാവുകയുള്ളൂ. നമുക്കിങ്ങനെ സാധാരണക്കാരുടെ ജീവൻ കുരുതി കൊടുക്കാൻ കഴിയില്ല. ഇന്ത്യയും അത് ആഗ്രഹിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് ലോക രാജ്യങ്ങളുടെ മുന്നിൽ നിന്ന് എന്നുള്ളൊരു വിവരം കൂടിയാണോ ഈ സൗദിയുടെ ഇടപെടൽ നടക്കുന്നു? അമേരിക്കയാണ് സൗദിയെ മധ്യസ്ഥ ശ്രമത്തിനായി വിനിയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. ഈ IMF വായ്പ നൽകാൻ തീരുമാനിച്ചതടക്കം അമേരിക്കയ്ക്ക് ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ കഴിയും. പാകിസ്ഥാനെ സമ്മർദ്ദം കൊടുക്കാൻ കഴിയും. സൗദിയുമായിട്ടുള്ള പാകിസ്ഥാന്റെ പഴയ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അതിൽ പഴയ കടപ്പാടുകളുണ്ട്. അത് സമ്മർദ്ദത്തിലാക്കാനും സൗദിക്ക് കഴിയും. ആ തരത്തിലുള്ള ഒരു വെടിനിർത്തൽ സാധ്യത അതും മാധ്യമങ്ങളിലൊക്കെ നിറയുന്നുണ്ടോ ഈ സമയത്ത്? അത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ട് അപർണ. കാരണം വൈറ്റ് ഹൗസിന്റെ പ്രതികരണം വന്നിട്ടുള്ളത് ഈ പ്രശ്നം ഒഴിവാക്കാൻ ഇടപെടുമെന്ന പ്രതികരണമാണ് വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. മാത്രവുമല്ല, രണ്ടു രാജ്യവും സുഹൃത്തുക്കളാണെന്ന പ്രതികരണമാണ് വൈറ്റ് ഹൗസ് നടത്തിയിട്ടുള്ളത്. വൈറ്റ് ഹൗസിൽ പ്രസ് സെക്രട്ടറിയുടെ പ്രതികരണമാണ് വന്നിട്ടുള്ളത്. അത് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം JD വാൻസിന്റെ പ്രതികരണം തന്നെയായിരിക്കും. കാരണം ഈ ഘട്ടത്തിൽ ഞങ്ങൾ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്ന പ്രതികരണം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ ഏതായാലും വൈറ്റ് ഹൗസ് പ്രതികരിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. അതായത് സംഘർഷം ലഘൂകരിക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറാകണമെന്ന പ്രതികരണത്തിലേക്ക് അമേരിക്ക ഇപ്പോൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ മറ്റ് ലോകരാജ്യങ്ങൾ കൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. സൗദി അറേബ്യ, പ്രത്യേകിച്ച് സൗദി വിദേശകാര്യ മന്ത്രിയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പാകിസ്ഥാനിലുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി. അങ്ങനെ സൗദിയുടെ ഭാഗത്തു നിന്നൊക്കെ ചില ഇടപെടലുകളുണ്ട്. പക്ഷെ പാകിസ്ഥാൻ ഏതായാലും അത്തരം നീക്കങ്ങളിലേക്ക് കടന്നിട്ടില്ല. ഇന്നലെ ഖ്വാജ ആസിഫ് പോലും പറഞ്ഞത് ഇത്തരത്തിൽ സമാധാനത്തിന് തയ്യാറാണെന്ന പ്രതികരണം പാക് പാർലമെന്റ് അടക്കം ഒരു ഘട്ടത്തിൽ ഖ്വാജ ആസിഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും വലിയ തോതിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണ്. ഇന്നലെയും അത് കണ്ടു. ഇപ്പോൾ അത് കുറച്ചുകൂടി രൂക്ഷമാവുകയാണ്. അപ്പോൾ പാകിസ്ഥാനാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. കാരണം ഇന്ത്യ ഒരു ഘട്ടത്തിലും അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടില്ല. മറിച്ച് ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള പ്രത്യാക്രമണം അല്ലെങ്കിൽ അതിനുള്ള മറുപടി മാത്രമാണ് നൽകിയിട്ടുള്ളത്. അത് തന്നെയാണ് ഈ ഘട്ടത്തിലും ഇന്ത്യ ആവർത്തിക്കുന്നത്. അതായത് സ്ഥിതി കൂടുതൽ മോശമാക്കാനില്ല, പക്ഷേ പാകിസ്ഥാൻ സംയമനം പാലിക്കണമെന്ന് ഇന്ത്യ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഏതായാലും G7 രാജ്യങ്ങളും അവരുടെ പ്രസ്താവനയായി വന്നിട്ടുള്ളത് രണ്ട് രാജ്യങ്ങളും ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണം, സംയമനം പാലിക്കണമെന്ന പ്രതികരണമാണ് വന്നിട്ടുള്ളത്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും നിലവിൽ ഇന്ന് രാവിലെ നേരം വെളുക്കുമ്പോൾ സാഹചര്യം കൂടുതൽ മോശമാകുന്നതാണ് കാര്യം. ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതാണ് അതിന്റെ ഇടയിൽ വരുന്ന വാർത്തകൾ. 8 പാകിസ്ഥാന്റെ കേന്ദ്രങ്ങളിലേക്കൊക്കെ ഇന്ത്യ ഡ്രോൺ ആക്രമണം നടത്തി എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നു. ഇസ്ലാമാബാദ് അടക്കം നേരത്തെ തന്നെ ഇസ്ലാമാബാദ് മാത്രമല്ല റാവൽപിണ്ടി, സിയാൽകോട്ട്, ലാഹോർ, പെഷവാർ ഒക്കെ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയ വാർത്തകൾ ഉണ്ടായിരുന്നു. ഇത് ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ രാകേഷ്, ശക്തമായ തിരിച്ചടി ഇന്ത്യ കൊടുക്കുന്നു. അത് കഴിഞ്ഞ മണിക്കൂറുകളായി തുടരുകയാണ്. അത്തരം റിപ്പോർട്ടുകളും ഒരു വശത്ത് വരുന്നുണ്ടല്ലേ? അതിനിടയിൽ രജൌരിയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും ശുഭാവഹമല്ല. രജൌരി, മെന്ദാർ, ആർഎസ്പുര നിരന്തരമായിട്ട് ആക്രമണം തുടരുന്നു. ഷെല്ലാക്രമണം ശക്തമാണ്. 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതാണ് വരുന്ന വാർത്ത. നേരത്തെ നമ്മൾ കണ്ടതാണ്. ജമ്മു കാശ്മീർ സർവീസ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസറാണ് കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്ത വന്നത്. ഇപ്പോഴും പാക് ആക്രമണം തുടരുന്നു. മെന്ദാറിലും ആർഎസ്പുരയിലുമൊക്കെ ആക്രമണം തുടരുകയാണ്. നേരത്തെ ശ്രീനഗറിലേക്ക് വന്ന ജെറ്റുകൾ, പാകിസ്ഥാന്റെ ജെറ്റുകൾ ഇന്ത്യ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേ സമയത്ത് ജമ്മു കാശ്മീരിൽ അടക്കം ഈ പാകിസ്ഥാൻ രൂക്ഷമായ ആക്രമണങ്ങൾ നടക്കുന്നതിനിടെ 8 പാക് നഗരങ്ങളിലേക്ക് തിരിച്ചടിച്ച് ഇന്ത്യ മറുപടി കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ്. കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ അത്തരം റിപ്പോർട്ടുകൾ വരുന്നു രജൌരിയിൽ നിന്ന് അടക്കം. ഒപ്പം ഈ തിരിച്ചടിയുടെയും പ്രത്യാക്രമണത്തിന്റെയും സ്ഥിരീകരിക്കുന്ന വാർത്തകളുമുണ്ട്. പാകിസ്ഥാന്റെ ഒരു 8ഓളം നഗരങ്ങളിലൊക്കെ ഇന്ത്യ തിരിച്ചടിച്ചു എന്നുള്ള വാർത്തകളുണ്ട്. ഇന്ത്യ അത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും. രാകേഷ്, വിവരങ്ങൾ.
അപർണ, അത്തരം വിവരങ്ങളില്ല. 8 നഗരങ്ങൾ എന്നെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളില്ല. ഏതായാലും പ്രധാനപ്പെട്ട എയർബേസുകളിലേക്ക് ഇന്ത്യ ശക്തമായ പ്രത്യാക്രമണ നിലയിൽ ശക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. അത് പ്രധാനമായും ഈ പഞ്ചാബ് പ്രവിശ്യയിൽ കിടക്കുന്ന വ്യോമസേന താവളങ്ങൾ, ഒപ്പം തന്നെ സിന്ധ് മേഖലയിലെയും വ്യോമസേന താവളങ്ങൾ. അതായത് നൂർഖാൻ എയർബേസ് ആണ്, അത് റാവൽപിണ്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. റാവൽപിണ്ടി എന്ന് പറയുന്നത് അവരുടെ സൈനിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതാണ്. റാവൽപിണ്ടി ഇസ്ലാമാബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെ. അവിടെയാണ് പ്രധാനമായും ഇത്തരത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അക്കാര്യം പാക് സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റൊന്ന് ഷോർക്കോട്ടിലാണ്, അവിടെ റഫീഖി എയർബേസ് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. കൂടാതെ ചക്വാലിൽ അവിടെ മുർദി എയർബേസ് സ്ഥിതി ചെയ്യുന്നു. ഇതുകൂടാതെ സിന്ധിലെ ഒരു വ്യോമസേനാ താവളത്തിനും ഇന്ത്യ ലക്ഷ്യമാക്കിയിട്ടുണ്ട്. കാരണം ഇന്ത്യയിലേക്ക് ഇപ്പോൾ നടത്തുന്ന നീക്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് വ്യോമസേനാ താവളങ്ങളും സൈനിക താവളങ്ങളുമാണ്. അപ്പോൾ അതനുസരിച്ചുള്ള മറുപടി ഇന്ത്യ നൽകുന്നു എന്ന് വേണം ഇതിൽ നിന്ന് കാണാൻ. അതുകൊണ്ടാണ് വ്യോമസേനാ താവളങ്ങൾ തന്നെ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 4 പേരുകളിൽ 3 എന്ന് പറയുന്നത് പഞ്ചാബ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന വ്യോമസേനാ താവളങ്ങളാണ്. പഞ്ചാബ് പ്രവിശ്യയാണ് ഇന്ത്യയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാനിലെ പ്രദേശങ്ങൾ. പ്രത്യേകിച്ച് നൂർഖാൻ എയർബേസ്, റഫീഖി എയർബേസ്, മുരിദ് എയർബേസ്, ഈ 3 എയർബേസുകളും ഇത്തരത്തിൽ ലാഹോറിനോട് ചേർന്ന് അല്ലെങ്കിൽ പഞ്ചാബ് പ്രവിശ്യയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെയാണ് ഇപ്പോൾ ഏതായാലും അത്തരത്തിലുള്ള നീക്കം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കാരണം ഈ ഏതെങ്കിലും തരത്തിൽ നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, വ്യോമസേനയുടെ ഭാഗത്ത്, പാക് വ്യോമസേനയുടെ ഭാഗത്ത് നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ഈ എയർബേസുകളായിരിക്കും നീക്കം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു തിരിച്ചടി സൈനിക താവളങ്ങൾക്ക്, വ്യോമസേനാ താവളങ്ങൾക്ക് നേരെ ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ പ്രത്യാക്രമണം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. പാകിസ്ഥാൻ വ്യോമസേനാ താവളങ്ങളെ ലക്ഷ്യം വെക്കുമ്പോൾ അതിന് സമാനമായ രീതിയിൽ ഇന്ത്യ ഇപ്പോൾ തിരിച്ചടിക്കുന്നു. അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സംഘർഷം അത് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ പ്രത്യേകിച്ച് ഈ നേരങ്ങളിലൊന്നും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം നടത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ അതല്ല സാഹചര്യം. പ്രത്യേകിച്ച് ഡ്രോണുകൾ ഉപയോഗിച്ച്, മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണത്തിന് പദ്ധതിയിടുന്നു. ഇത് കൂടാതെ നൌഷേറിലടക്കം, നിയന്ത്രണ രേഖയിലടക്കം, അന്താരാഷ്ട്ര അതിർത്തിയിലടക്കം പലയിടത്തും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് കനത്ത തോതിൽ ഷെല്ലിംഗ് നടക്കുകയും ചെയ്യുന്നു. ഇതാണ് നിലവിലെ അതിർത്തിയിലെ സാഹചര്യം. അങ്ങനെ ജമ്മു, ഉദ്ധംപൂർ, ഒപ്പം തന്നെ കശ്മീർ അടക്കമുള്ള മേഖലയിൽ വലിയ തോതിൽ ഈ ഘട്ടത്തിൽ ആക്രമണം നടക്കുകയാണ്. അപർണ, പാകിസ്ഥാന്റെ നീക്കവും ഇന്ത്യ തടുത്തിരിക്കുന്നു. അപ്പോഴും ഷെല്ലാക്രമണം ശക്തമായി തുടരുകയാണ്. രജൌരിയിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ ആ തരത്തിലുള്ളതാണ്. നേരത്തെ 100ഓളം ഡ്രോൺ ആക്രമണങ്ങൾ ജമ്മുവിൽ നടത്തിയപ്പോൾ അത് മുഴുവൻ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. പക്ഷേ പാകിസ്ഥാനിലെ ഫിറോസ്പൂരിൽ ഡ്രോൺ പതിച്ചു, വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി. നേരത്തെ അമൃത്സറിൽ നിന്നും ആ തരത്തിലുള്ള വാർത്തകൾ വരുന്നു. കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ അതിർത്തി സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജസ്ഥാനിലും പഞ്ചാബിലും ഹരിയാനയിലുമൊക്കെ. കൂടുതൽ അപ്ഡേറ്റുകളിലേക്ക് വരാം. രഞ്ജിത് രാമചന്ദ്രൻ ചേരും.